ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്ത്യക്കൊക്കെ സൈഡ് ഡിഷായിട്ട് വെക്കുന്ന തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ടാക്കി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവിനായിട്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അഡീഷണൽ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. തക്കാളിക്ക് ഓൾറെഡി ഒരു ചെറിയ പുളി ഉണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. ഈ ഒരു ചട്നി ചപ്പാത്തിയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നൊരു ചട്നി കൂടിയാണ് കേട്ടോ. കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ മന്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചട്നി ഉണ്ടല്ലോ തക്കാളിയുടെ, അതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചട്നി ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.